ഇത് മാസ് മോട്ടോഴ്സിലാണ്. ഹോണ്ട യൂണിക്കോൺ വണ്ടി നമ്മൾ ജന സർവീസായിട്ട് വർക്കിന് വേണ്ടിയിട്ടുണ്ട്. 62,513 കിലോമീറ്റർ സർവീസാണ്. നമുക്ക് ജന സർവീസ് സ്റ്റാർട്ടിങ്ങിൽ വണ്ടി ഐഡ്ലിങ് നിൽക്കാണ്ട് വണ്ടി ഓഫായി പോകണ കംപ്ലൈൻറ്റ് പറഞ്ഞിട്ടുണ്ട്. പിന്നെ എഞ്ചിൻ ഓയിൽ ചെക്ക് ചെയ്തിട്ട് മാറ്റണം. അത് കസ്റ്റമർ മേടിച്ച് തന്നിട്ടുണ്ട്, പാർട്ടി സപ്ലൈ ആണ്. പിന്നെ വാട്ടർ സർവീസ് വേണ്ടാന്നാണ് പറഞ്ഞത് കേട്ടോ. അപ്പോൾ നമ്മൾ നിലവിലെ സർവീസിൻ്റെ വർക്കുകളാണ് മാത്രമാണ് നിലവിലുള്ളത്. അപ്പോൾ നമ്മൾ വണ്ടി ഓടിച്ച് നോക്കി വർക്കിന് കയറ്റിയിട്ടുണ്ട്. അതിൻ്റെ ബാക്ക് ബ്രേക്കിൻ്റെ ഭാഗം നോക്കി നമ്മൾ ചെക്ക് ചെയ്യാനായിട്ട് അയച്ചിട്ടുണ്ട്. ബ്രേക്ക് ലൈനർ കമ്പനി ലൈനർ കിടക്കണേ, അത്യാവശ്യം ഉപയോഗിക്കാനൊക്കെ ഉണ്ട്. അപ്പോൾ ബ്രേക്ക് ക്യാമൊക്കെ ഒന്ന് അഴിച്ച് ഗ്രീസ് ചെയ്ത് റീസെറ്റ് ചെയ്താൽ മതി. ബാക്ക് ടയറൊക്കെ പുതിയ ടയർ കിടക്കണേ. അതേപോലെ തന്നെ ഹബ്ബ് വേറെ കംപ്ലയിൻസോ വീൽ ബെയറിങ് കാര്യങ്ങളോ വേറെ കംപ്ലയിൻ്റ് ഒന്നുമില്ല. ചെയിൻ ചെറിയൊരു ലൂസ് ഉണ്ട്, അത് നമുക്കൊന്ന് ടൈറ്റ് ചെയ്തെടുക്കാവുന്നുള്ളൂ. പിന്നെ അതേപോലെ നമ്മളതിൻ്റെ എയർ ഫിൽറ്ററൊക്കെ ഒന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അയച്ചിട്ടുണ്ട്. എയർ ഫിൽറ്റർ കമ്പനി ഫിൽറ്റർ കിടക്കണേ, ഹോണ്ട ഒറിജിനൽ ഫിൽറ്ററാണ്, വലിയ പഴക്കമായിട്ടില്ല. അപ്പോൾ നമുക്ക് തുടച്ച് ക്ലീൻ ചെയ്ത് നമുക്ക് റീസെറ്റ് ചെയ്യാവുന്നുള്ളൂ. ബാറ്ററി വണ്ടി വന്നപ്പോൾ ഉള്ള ബാറ്ററിയാണ് വണ്ടിയിൽ ഇരിക്കണേ. ഞാൻ അതിൻ്റെ വോൾട്ടൊക്കെ നോക്കി 12.906 ആ റേഞ്ച് വരെ കാണിക്കുന്നുണ്ട്. ലോഡ് കൊടുക്കുമ്പോൾ 9.22. അപ്പോൾ നിലവിൽ ബാറ്ററിയുടെ ഭാഗത്ത് ഇപ്പോൾ നിലവിൽ വേറെ കംപ്ലയിൻ്റ് ഒന്നുമില്ല. പിന്നെ എഞ്ചിൻ ഓയിൽ മാറ്റാൻ വേണ്ടി അയച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഓയിൽ മാറ്റുന്ന കൂട്ടത്തിൽ അതിൻ്റെ ഈ ബോൾട്ടിൻ്റെ വാഷും ഓറിങ്ങും കൂടി മാറ്റിയിടണം കേട്ടോ. അതല്ലെങ്കിൽ ഈ അലുമിനിയം വാഷ് ആയതുകൊണ്ട് തന്നെ നമുക്ക് ഓരോ പ്രാവശ്യം ടൈറ്റ് ചെയ്യുമ്പോൾ അത് ചതഞ്ഞാണ് ടൈറ്റ് ആവുക. അപ്പോൾ അത് ഒരു രണ്ടാമത് നമ്മളത് അഴിച്ച് തന്നെ റീസെറ്റ് ചെയ്ത് ആ സൈഡിൽ ലീക്ക് വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് നമുക്ക് അതിൻ്റെ വാഷ് മാറ്റേണ്ടി വരാം. വാഷും ഓറിങ്ങും കൂടി നമ്മൾ മാറ്റിയിടുന്നുണ്ട് കേട്ടോ. പിന്നെ അതേപോലെ തന്നെ ഫ്രണ്ട് ഭാഗത്തേക്കൊക്കെ വരുമ്പോഴത്തേക്ക് നമുക്ക് ഫ്രണ്ട് ടയറിൻ്റെ കണ്ടീഷനൊക്കെ നോക്കി, ടയറൊക്കെ അത്യാവശ്യം പുതിയ ടയറാണ് കിടക്കുന്നത്. അതേപോലെ തന്നെ വീൽ ബെയറിംഗ് ഒക്കെ നമ്മൾ ചെക്ക് ചെയ്ത് വേറെ കംപ്ലയിൻ്റ് ഒന്നുമില്ല. പിന്നെ ഫ്രണ്ടിലത്തെ ബ്രേക്ക് പാഡ് സെറ്റൊക്കെ നമ്മളൊന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി അയച്ചിട്ടുണ്ട്. ബ്രേക്ക് പാഡ് അത്യാവശ്യം ഉപയോഗിക്കാനൊക്കെ ഉണ്ട്, പുതിയ വലിയ പഴക്കമായിട്ടില്ല. ബ്രാക്കറ്റൊക്കെ ഒന്ന് അഴിച്ച് ഗ്രീസ് ചെയ്ത് റീസെറ്റ് ചെയ്യുന്നുണ്ട്. കാലിപ്പർ ബ്രാക്കറ്റിൻ്റെ ഒന്ന് അഴിച്ച് ഗ്രീസ് ചെയ്ത് കയറ്റുന്നുണ്ട്. പിന്നെ ഫ്രണ്ട് ഫോർക്കിൻ്റെ ഭാഗം നമ്മൾ ചെക്ക് ചെയ്ത് വേറെ വർക്കിംഗ് ഒക്കെ ഓക്കെയാണ്, വേറെ പ്രോബ്ലം ഒന്നുമില്ല. സൈഡൊക്കെ ചെറിയ സ്ക്രാച്ചസ് കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ നിലവിൽ നമുക്ക് പിന്നെ അതിൻ്റെ സ്പാർക്ക് പ്ലഗ് നമ്മളൊന്ന് അഴിച്ച് ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്യുന്നുണ്ട്. നിലവിൽ നമുക്ക് സർവീസുമായി ബന്ധപ്പെട്ട വർക്കുകൾ മാത്രമേ ഉള്ളൂ, വേറെ കംപ്ലയിൻസ് ആയിട്ട് കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ നിലവിൽ നമ്മൾ സർവീസിൻ്റെ കേസ് റെഡി ആക്കിയിട്ടുണ്ട്. പിന്നെ നമുക്ക് ഐഡ്ലിങ്ങിൻ്റെ പ്രോബ്ലം, അതായത് വണ്ടി ഓഫായി പോകുന്ന കംപ്ലൈൻറ്റ് അതിൻ്റെ സ്ലോ സ്പീഡിൻ്റെ ഐഡ്ലിങ് സെറ്റ് ചെയ്യാനാണ്. അത് സെറ്റ് ചെയ്ത് ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതിന് ശേഷം നോക്കാം. അപ്പോൾ ഞാൻ വർക്ക് കംപ്ലീറ്റ് ആയിക്കുമ്പോൾ കോൺടാക്ട് ചെയ്തോളൂ. അപ്പോൾ അതിൻ്റെ അപ്രോക്സിമേറ്റ് എസ്റ്റിമേറ്റ് എമൗണ്ട് ഡീറ്റെയിൽസ് ഒക്കെ ഓൾറെഡി ഞാൻ വാട്സാപ്പിലേക്ക് ഇട്ടേക്കാം കേട്ടോ. വീഡിയോ കണ്ടു കഴിഞ്ഞിട്ടൊന്ന് റിപ്ലൈ ഇട്ടോളൂ. ഓക്കെ.